അൻവറിന് ഈ പറയുന്ന പഞ്ച് ഡയലോഗ് പറയാനുള്ള തരത്തിലുള്ള തെളിവുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അതിനെ വെല്ലുന്ന തരത്തിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ അതിനെയും വെട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തമായ കഴിവ് എം.ആർ. അജിത് കുമാറിന് വേണം. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്നയാൾ കൊലയാളിയാണ്, ക്രിമിനലാണ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു MLA ആണ്. സർക്കാർ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. ജനം ആരെ വിശ്വസിക്കണം? മാധു അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആരോപണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഗോപാല വക്കീലിനോട് കാര്യം ചോദിച്ചു. ഞാനൊന്ന് പ്രതികരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം കൊണ്ട് അദ്ദേഹം ഗോൾവാക്കറിന്റെ ചിത്രത്തിൽ കൊണ്ട് ദീപം കൊളുത്തിട്ട് ആ ഗോൾവാക്കറിനെ പാടി പോയിട്ട് അതേ പരിപാടി നടത്തിയ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് അദ്ദേഹം പറഞ്ഞോളൂ. ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. അതായത് അൻവർ ഉന്നയിച്ച വിഷയങ്ങളുടെ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്തും അതിൻ്റെ കോപ്പി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാസ്റ്റർക്ക് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളാണ്. പിന്നെ സ്വർണ്ണം പൊട്ടിയെന്ന് പറയുന്നതിനകത്ത് കൂട്ടുനിന്നിട്ടുണ്ട്, സ്വർണ്ണം കടത്തലുമകത്ത് കൂട്ടുനിന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പൊതുവേദിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് സബ്മിറ്റ് ചെയ്തു. മുഖ്യമന്ത്രി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊസീജിയർ എന്താ? ഈ ചാനൽ പാലിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് തെറ്റുകാരാണെങ്കിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു തർക്കം വിചാരിക്കേണ്ട കാര്യത്തില്ല, ഒരു സംശയം വിചാരിക്കേണ്ട കാര്യത്തില്ല. പിന്നെ അൻവർ എന്നുള്ള വ്യക്തിയുടെ കൂടുതൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടോ CPM എന്നുള്ള ചോദ്യം കൊണ്ട് ഉന്നയിച്ചു. അൻവറിനോട് ഇവിടുത്തെ വലിയൊരു സമൂഹം ജനങ്ങളുണ്ട്. കാരണം അൻവർ ഉയർത്തിയിരിക്കുന്ന പാർട്ടി വിരുദ്ധമായിട്ടുള്ള പരിപാടിയല്ല. അൻവർ ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കസ്റ്റംസ് കള്ളക്കടത്തും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഷാഫി ചാലിത്തിന്റെ MLA-മാർ മലപ്പുറത്ത് എത്രയോ പേരുണ്ട്? അവരാരെങ്കിലും പത്രസമ്മേളനം നടത്താൻ ഈ നിമിഷം വരെ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നത് ആരാണ്? പാർട്ടിയാണ്. ആ ഓഫീസ് കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്ത് ലോബി പ്രവർത്തിക്കുന്നുവെന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായ ഒരു MLA ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്കെതിരെയല്ല എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ ജനങ്ങൾ അത് കേട്ടോണ്ടിരിക്കുമോ? ഇല്ല, അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം അൻവർ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അൻവറിനെ തെറ്റായി എം.ആർ. അജിത് കുമാറിനെതിരെ അദ്ദേഹം ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എം.ആർ. അജിത് കുമാറും P. ശശിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. P. ശശിയിൽ നിന്നാണ് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് തുടങ്ങി നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അല്ലെങ്കിൽ പിന്നെ എന്തിനെതിരെയാണ് ഈ ആരോപണം നിൽക്കുന്നത്? ഈ പറയുന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ഓഫീസിനെതിരെ അല്ല എന്ന് നിങ്ങൾ പറയായിരുന്നോ? മാധു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 3 ദിവസമായിട്ട് അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്ന അല്ല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ P. ശശി ഇതിന് കൂട്ടുനിൽക്കുന്ന ആളെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. P. ശശി ഇതിൽ ശ്രദ്ധ ചെലുത്തുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉന്നം വെക്കുന്നത് 2 പേരെയാണ്. ഒന്ന് പത്തനംതിട്ട മുൻ SP-യും ഇപ്പോഴത്തെ ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാറാണ് അത് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അജിത് കുമാർ അങ്ങനെ സ്വർണ്ണക്കടത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കുറ്റവാളി ആരാ? ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണന്റെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിലുള്ള കസ്റ്റംസ് അല്ലേ? അവരറിയാതെ ഒരു തരി സ്വർണ്ണം അതിനകത്ത് കടന്നു പോവോ? അപ്പൊ ഈ കസ്റ്റംസ് അല്ലേ അതിനകത്ത് ഒന്നാമത്തെ ഉത്തരവാദി? ഇത് തന്നെയല്ലേ നിങ്ങൾ 2023 അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ ഞാനും അഴിവരായിട്ട് സംഭവിക്കുന്നു. അത് തെളിയട്ടെ. അത് തെളിയാനായിട്ടുള്ള അന്വേഷണം അല്ലേ നിങ്ങൾ നടക്കുന്നത്. നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ആ ചർച്ച കോടതി വിധിക്ക് ശേഷമാകാം, അന്വേഷണ ഉത്തരവൊക്കെ വന്നതിന് ശേഷമാകാം. നമുക്കിപ്പോ നമ്മുടെ മുന്നിലേക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു MLA പറഞ്ഞ കാര്യമല്ലേ ഉള്ളൂ. അതിൽ വെച്ചാണല്ലോ നമ്മൾ ചർച്ച. അത് പറഞ്ഞ കാര്യങ്ങളിൽ ചർച്ച എന്ന് പറഞ്ഞാണല്ലോ ശ്രീ റെജി ലൂക്കോസ് നമ്മൾ ഈ ചർച്ചയ്ക്ക് വന്നതും അതിനുവേണ്ടി ക്ഷണിച്ചതുമെല്ലാം. അപ്പോൾ ഇനി കോടതി ഉത്തരവ് വന്നതിന് ശേഷമേ തെളിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.